ജോബ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്ത നോക്കാം. അതിലേക്ക് മുന്നേ ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 52 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം ഉടനെ വരാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ ആയി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ബാക്കി പ്രിലിംസ് ലെവലായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെതും അതുപോലെ തന്നെ +2 പ്രിലിംസിൻ്റെതായിട്ടുള്ള എക്സാംസ് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് സർവകലാശാല അസിസ്റ്റന്റ് 7 ജയിക്കണം, ബിരുദം പാടില്ല. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് 7ാം ക്ലാസ് ജയിക്കണം, പക്ഷേ ഡിഗ്രി പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യോഗ്യതയിൽ വ്യക്തത വരുത്തി ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് യോഗ്യതയിൽ വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡിസംബർ 9-നാണ് ഇത് പുറത്തിറക്കിയത്. അപ്പോൾ യോഗ്യതകൾ വ്യക്തമാക്കിയത് ഈ ഡിസംബർ 9-നാണ് കേട്ടോ. അതുപോലെ തന്നെ 7ാം ക്ലാസ് ജയിക്കണം, എന്നാൽ ബിരുദം പാടില്ല എന്നതാണ് യോഗ്യത. മലയാളം എഴുതാനും വായിക്കാനും കഴിവ് വേണമെന്നത് നേരത്തെ യോഗ്യതയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യോഗ്യതയിൽ വ്യക്തത തേടി PSC സർക്കാരിന് കത്തെഴുതിയിട്ട് 2 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ PSC സർക്കാരിന് 2 വർഷം മുന്നേ വ്യക്തത ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തത ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അതിന് മറുപടി കിട്ടിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിജ്ഞാപനം വൈകില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ യോഗ്യത സംബന്ധിച്ച വ്യക്തത അല്ലെങ്കിൽ അവ്യക്തത അവസാനിപ്പിച്ചതിനാൽ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡിൽ സിസ്റ്റം മാനേജർ തസ്തികയിലേക്കുള്ള PSC വിജ്ഞാപനം ഉടനെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷം പ്രായപരിധി അവസാനിക്കുന്നവരുടെ അവസരം നഷ്ടമാകാതിരിക്കാൻ ഡിസംബർ 31-നകം തന്നെ വിജ്ഞാപനം വരണം. യോഗ്യതയിലെ അവ്യക്തത കാരണം വിജ്ഞാപനം നീളുകയായിരുന്നു. ഈ പ്രശ്നം പരിഹരിച്ചതിനാൽ ഇനി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സമില്ല. അപ്പോൾ എന്തായാലും ഡിസംബർ 31-നകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. കാര്യം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ വയസ്സ് മാറുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതിന് പകരം വിജ്ഞാപനം വൈകാതെ തന്നെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ PSC അപേക്ഷയ്ക്കൊപ്പം പരിചയ സർട്ടിഫിക്കറ്റ് ജനുവരി 1 മുതൽ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അസൽ പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന PSC വീണ്ടും കർശനമാക്കുന്നുണ്ട്. 2023 ജനുവരി 1 മുതലുള്ള വിജ്ഞാപനങ്ങൾക്ക് ഇത് ബാധകമാവും. ഈ നിബന്ധന മുന്നേ ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ ഇത് ഒഴിവാക്കിയതിനാൽ ഡിസംബർ 12-ന് ചേർന്ന PSC യോഗ്യത്തിലാണ് ഈ ഒരു ഇളവ് പിൻവലിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ കോവിഡ് സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കാര്യം പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ചെയ്യുക. അത് കൂടുതൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ കൂടുതൽ ക്ലാരിഫിക്കേഷനൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഈ ഒരു സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നോക്കാം. 68 തസ്തികയിലേക്ക് ഈ മാസം PSC വിജ്ഞാപനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജ്ഞാപനം ഡിസംബർ 30-ലെ ഗസറ്റിൽ ഒക്കെ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരുന്നത് പോലീസ് വകുപ്പിലേക്കുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ. അപ്പോൾ വുമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റേത് അടുത്ത വിജ്ഞാപനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ബാൻഡ് യൂണിയൻ പോലീസ് കോൺസ്റ്റബിൾ, ഓക്കെ, അതുപോലെ തന്നെ കായിക യുവജനകാര്യ വകുപ്പിലേക്കുള്ള അഡീഷണൽ ഡയറക്ടർ, മെഡിക്കൽ ഓഫീസർ, ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഫിസിക്കൽ സയൻസിലേക്കുള്ളത്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ, VHSCയിലേക്കുള്ള നോൺ വെക്കേഷണൽ ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, ബയോളജി ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, ഇങ്ങനെ ഒരുപാട് തസ്തികകൾ നമ്മുടെ ജനറൽ സംസ്ഥാന തലത്തിലേക്ക് വരുന്നുണ്ട്. ജനറൽ ജില്ലാ തലത്തിലേക്ക് പോകുമ്പോഴത്തേക്കും വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അറബിക് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ പോലുള്ള ടീച്ചർ തസ്തികകളും, അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോഴത്തേക്കും VHSCയിലേക്കുള്ള നോൺ വെക്കേഷണൽ കൊമേഴ്സ് ടീച്ചറും ഇംഗ്ലീഷ് മാത്തമാറ്റിക്കൽ സീനിയർ ഹയർ സെക്കൻഡറി ടീച്ചറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ NCA സംസ്ഥാന തലവും NCA ജില്ലാ തലവും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ റാങ്ക് ലിസ്റ്റ് വരും മുമ്പേ WCPO വിജ്ഞാപനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറിന്റെ പിറകെ വനിതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ തസ്തികയിലേക്കും മുൻ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപ് തന്നെ പുതിയ വിജ്ഞാപനം വരുന്നുണ്ട്. അപ്പോൾ 2020 സെപ്റ്റംബർ 15-നായിരുന്നു ഈ തസ്തികയുടെ മുൻ വിജ്ഞാപനം. പ്രൈമറി, മെയിൻസ് പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട്.
അങ്ങനെ മൊത്തത്തിൽ 8 ഇനങ്ങളുണ്ട്. അപ്പോൾ 8 ഇനങ്ങളിൽ 6 ഇനങ്ങളിൽ ജയിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഫിസിക്കൽ ടെസ്റ്റ് നമ്മളെ സബ് ഇൻസ്പെക്ടറിന് വിമൻസിന് പാസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ PSC യുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 21-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. ഇന്ന് 19 നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ വ്യക്തമായിട്ട് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.